ഗുരുവായൂർ നഗരസഭ 11-ാം വാർഡ് കൗൺസിലറുടെ ഭർത്താവും മകനും യുവാവിനെ വീട് കയറി ആക്രമിച്ചതായി പരാതി. പ്രതികളെ കോടതി ജാമ്യം നൽകി വിട്ടതിനെതിരെ ആരോപണവുമായി യുവാവ് രംഗത്ത്. ചക്കംകണ്ടം പുളിച്ചാറം വീട്ടിൽ 40 വയസ്സുള്ള നൌഫലാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ജനുവരി 7-നാണ് സംഭവം. 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന നൌഫൽ മെക്കാനിക്കൽ വർക്ക് നടത്തിയതിന്റെ കൂലി ആവശ്യപ്പെട്ട് കളിയാക്കി എന്നാരോപിച്ചാണ് കൗൺസിലറുടെ ഭർത്താവും മകനും ചേർന്ന് വീട് കയറി മർദ്ദിച്ചതെന്ന് നൌഫൽ പറയുന്നു. കോൺക്രീറ്റ് കട്ടയും സ്പാനറും ഉപയോഗിച്ച് തലയിലും മുഖത്തും പരിക്കേൽപ്പിച്ചു. 2 പേർ ചേർന്ന് ചവിട്ടി പരിക്കേൽപ്പിച്ചതായും പറയുന്നു. കണ്ണുകൾക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. സംഭവത്തിൽ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നൌഫൽ പറഞ്ഞു. നമ്മളെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 11-ാം വാർഡിലെ കൗൺസിലറുടെ ഭർത്താവും മകനും കൂടിയിട്ടാണ് എന്നെ ഈ നിലക്കാക്കിയത്. എനിക്ക് വണ്ടി പണിയെടുത്ത പൈസ തരാനുണ്ടായിരുന്നത് ഞാൻ മകനോട് സൂചിപ്പിച്ചതിന് അവനെ ഞാൻ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛന് ഫോൺ ചെയ്തു. അപ്പോൾ അവൻ്റെ അച്ഛനും കൂട്ടി വന്നിട്ട് എന്നെ എൻ്റെ വീട്ടിലിട്ട് ആക്രമിക്കായിരുന്നു. എന്നെ ആദ്യം തല്ലി അത് കഴിഞ്ഞു. പിന്നെ വീണ്ടും രണ്ടാമത്തെ അവർ കോൺക്രീറ്റ് കട്ടയുമായിട്ട് വന്നിട്ട് എന്നെ മകനെ കൊണ്ട് എൻ്റെ കവിളിൽ അടിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ എൻ്റെ കൈ 2 ബാക്കിലേക്ക് കെട്ടിയിട്ടിട്ട് എന്നെ അടിക്കടാന്ന് പറഞ്ഞ് കൊല്ലടാന്നും പറഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു 2 പേരും കൂടിയിട്ട്. പിന്നെ ഞാൻ താഴത്ത് വീണപ്പോൾ അവിടെ ഇട്ട് എന്നെ ചവിട്ടി. എന്നിട്ട് എന്നെ ഇത്രയും ചെയ്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതെല്ലാം കംപ്ലൈന്റ് ചെയ്ത് എൻ്റെ കണ്ണിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, എൻ്റെ ആടിയിൽ പൊട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു. ഇന്നലെ പുലർച്ചെ ഞാൻ ഹോസ്പിറ്റലിൽ നേരിട്ട് വന്നിട്ട് 4 മണിയൊക്കെയാണ് ഞാൻ പരാതി കൊടുത്ത് ഇതാക്കി 4:52 FIR ഇട്ടെന്നാണ് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഇന്നലെ ഈ വ്യക്തിക്ക് വൈകിട്ട് 6 മണിക്ക് ജാമ്യം കിട്ടി. എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് കോടതി, നമുക്ക് സാധാരണക്കാർക്ക് ഇവിടെ നിയമമില്ലേ? എനിക്ക് ഇനി കോടതിയോടെ പറയാറുള്ളത്, എനിക്ക് ഈ വന്ന പ്രശ്നങ്ങള് കോടതിയിൽ നല്ലൊരു വിധി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.